1993 മമ്മൂക്കയുടേതായി 9 സിനിമകളാണ് പുറത്തിറങ്ങിയത്. അതിൽ 7 മലയാള സിനിമകളും 2 അന്യഭാഷാ ചിത്രങ്ങളുമായിരുന്നു. 93 മമ്മൂട്ടിയുടെ പ്രിയപ്പെട്ട ചിത്രങ്ങളിലൊന്ന് ധ്രുവമാണ്. AK സജന്റെ കഥയിൽ SN സ്വാമി തിരക്കഥ എഴുതി ജോഷി സംവിധാനം ചെയ്ത സിനിമ. മമ്മൂട്ടിയോടൊപ്പം ജയറാം, സുരേഷ് ഗോപി, വിക്രം, ടൈഗർ പ്രഭാകർ, ഗൗതമി തുടങ്ങിയ വലിയ താരനിര അണിനിരുന്ന ചിത്രം. മമ്മൂട്ടിയുടെ നായക കഥാപാത്രം നരസിംഹ മന്നാടിയാർ അക്കാലത്തും പിൽക്കാലത്തും മമ്മൂട്ടി ആരാധകർക്കും മലയാളി പ്രേക്ഷകർക്കും ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. 93 മമ്മൂട്ടിയുടെ വിജയ ചിത്രങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു ധ്രുവം. 93 മമ്മൂട്ടിയുടെ മറ്റൊരു റിലീസായിരുന്നു ആയിരപ്പറ. വേണു നാഗവള്ളി സംവിധാനം ചെയ്ത സിനിമ അക്കാലത്ത് തിയേറ്ററിൽ പരാജയമായി. മമ്മൂട്ടിയോടൊപ്പം മധു, ഉർവശി തുടങ്ങിയവരായിരുന്നു താരനിരയിൽ. 93 മമ്മൂട്ടിയുടെ സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു വാത്സല്യം. ലോഹിതദാസിന്റെ തിരക്കഥയിൽ കൊച്ചിൻ ഹനീഫ സംവിധാനം ചെയ്ത ചിത്രം. മേലേടത്ത് രാഘവൻ നായരായി മമ്മൂക്ക മികച്ച പ്രകടനം നടത്തിയ സിനിമ മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും മികച്ച കുടുംബ ചിത്രങ്ങളിൽ ഒന്നാണ്. 93 മമ്മൂട്ടിയുടെ മറ്റൊരു പ്രധാന റിലീസായിരുന്നു ശ്രീനിവാസന്റെ തിരക്കഥയിൽ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത സിനിമ. മമ്മൂട്ടിയോടൊപ്പം ശോഭന, ശ്രീനിവാസൻ, കനക, നെടുമുടി വേണു തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം തിയേറ്ററിൽ പക്ഷേ പരാജയപ്പെട്ടു. ആ വർഷത്തെ മമ്മൂട്ടിയുടെ മറ്റൊരു സിനിമയായിരുന്നു ജാക്ക്പോട്ട്. ടി ദാമോദരന്റെ തിരക്കഥയിൽ ജോമോൻ സംവിധാനം ചെയ്ത സിനിമ. മമ്മൂട്ടിയുടെ ആ വർഷത്തെ വിജയ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ജാക്ക്പോട്ട്. ഇളയരാജയായിരുന്നു സംഗീത സംവിധാനം. ആ വർഷത്തെ മറ്റൊരു മമ്മൂട്ടി റിലീസായിരുന്നു സരോവരം. ഡെന്നിസ് ജോസഫിന്റെ തിരക്കഥയിൽ JC സംവിധാനം ചെയ്ത സിനിമ തിയേറ്ററിൽ വലിയ പരാജയമായിരുന്നു. മമ്മൂട്ടി, തിലകൻ, ജനാർദ്ദനൻ ഒക്കെയായിരുന്നു പ്രധാന വേഷങ്ങളിൽ. 93 ഏറ്റവും വലിയ കോമ്പിനേഷനുകളിൽ എത്തിയ മമ്മൂട്ടി ചിത്രമായിരുന്നു പാതയം. ഭരത് ഗോപി പ്രൊഡ്യൂസ് ചെയ്ത് ലോഹിതദാസിന്റെ തിരക്കഥയിൽ ഭരതൻ സംവിധാനം ചെയ്ത ചിത്രം. ബോംബെ രവി ആയിരുന്നു സംഗീത സംവിധാനം. മമ്മൂട്ടിയോടൊപ്പം ലാലു അലക്സ്, ചിപ്പി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ എത്തിയ സിനിമ തിയേറ്ററിൽ ശരാശരി വിജയമായിരുന്നു. ഈ സിനിമയിലെ ഗാനങ്ങളും മമ്മൂട്ടിയുടെ മികച്ച പ്രകടനവും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു. 93 പുറത്തിറങ്ങിയ മമ്മൂട്ടിയുടെ തമിഴ് സിനിമയായിരുന്നു കിളിപ്പേച്ച് കേൾക്കവ. അക്കാലത്ത് ഫാസിലിന്റെ തിരക്കഥയിൽ ഫാസിൽ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ സിനിമ തിയേറ്ററിൽ പക്ഷെ പരാജയപ്പെട്ടു. മമ്മൂട്ടി നായകനായ ആദ്യ ഹിന്ദി ചിത്രം ധർത്തിപുത്ര പുറത്തിറങ്ങിയതും 93 ഇക്ബാൽ ഡുറാനി സംവിധാനം ചെയ്ത സിനിമ തിയേറ്ററിൽ പക്ഷേ വലിയ പരാജയമായിരുന്നു. ഇങ്ങനെ 7 മലയാള സിനിമകളും 1 തമിഴ് സിനിമയും 1 ഹിന്ദി സിനിമയുമായി 9 മമ്മൂട്ടി ചിത്രങ്ങളാണ് 93 പുറത്തിറങ്ങിയത്.